ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയ ന്യൂസ് എത്തിയിട്ടുണ്ട്. 2025 ശേഷം നമ്മൾ ഞെട്ടില്ല, എന്ത് ന്യൂസ് കേട്ടാലും ഞെട്ടില്ല. എന്നാലും നമുക്ക് ചില അറപ്പും ദേഷ്യവും എല്ലാം കൂടെ ഒന്നിച്ച് വരുന്ന ചില ന്യൂസുകളുണ്ട്. അതേപോലത്തെ ഒരു ന്യൂസാണ് എത്തിയിരിക്കുന്നത്. അമ്മയുടെ ആൺ സുഹൃത്ത്, അതായത് അവിഹിതം, പച്ച മലയാളത്തിൽ നമുക്ക് അവിഹിതം, ലിവിൻ ട്യൂതർ എന്നൊക്കെ ഓമനപ്പേരിട്ട് വിളിച്ചിട്ട് കാര്യമില്ല, അവിഹിതം തന്നെയാണ്. ലോറി ഡ്രൈവറാണ് പ്രതി. അവനെ വീട്ടിൽ വിളിച്ച് വരുത്തും. അമ്മയില്ലാത്ത സന്ദർഭത്തിലും എല്ലാ അവസരം ഉണ്ടാക്കി അവൻ വീട്ടിൽ കയറി വന്നിട്ട് ഈ കുഞ്ഞു മക്കളെ 10-12 വയസ്സുള്ള ഈ പെൺകുട്ടികളെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇത് അമ്മയോട് ആ കുട്ടികൾ പരാതി പറഞ്ഞിട്ട് അമ്മ അത് മറ്റാരോടും പറയാതെ രഹസ്യമാക്കി വെച്ച് അങ്ങ് പോവുകയാണ് ചെയ്തത്. കാരണം അമ്മയ്ക്ക് ആൺസുഹൃത്തിനെ ഉപേക്ഷിക്കാൻ കഴിയല്ല. അത്രമേൽ അസ്ഥിയെ പിടിച്ച വല്ല പ്രേമമായിരിക്കും അമ്മയ്ക്ക്. എന്താണേലും 2 പെൺകുഞ്ഞുങ്ങളെ ഈ കാപാലികൻ, ഇതുപോലത്തെ ഒരു ദുഷ്ട നികഷ്ട ജീവി നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് അവർക്ക് യാതൊരു വിഷമവും ഇല്ല, അല്ലെ അവർക്ക് യാതൊരു പരാതിയില്ല. വല്ല രൂപക്കൂട് പണിയാന്ന് പറയുന്നല്ലേ, കണ്ണാടിക്കൂട് പണിതിട്ട് അതിൻ്റെ അകത്ത് കയറ്റി വെക്കേണ്ട ഒരു അമ്മ തന്നെയാണ് കേട്ടോ. സമ്മതിക്കണം. അവരുടെ മാനസികാവസ്ഥയൊക്കെ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ പിടിയിട്ടില്ല. അപ്പോൾ ഇവൻ ഈ 2 പെൺകുട്ടികളെ ഉപയോഗിച്ച് അവൻ അതും മടുത്ത് കേട്ടോ. അടുത്ത് അവന് പുതിയ മേച്ചിൽപ്പുറം അവൻ തേടുകയാണ്. ഈ കുട്ടികളോട് പറയുകയാണ് നിങ്ങളുടെ കൂട്ടുകാരികളെ കൊണ്ടുവരണമെന്ന്. അപ്പോൾ അവസാനം സഹിയിട്ട് ഈ പിള്ളേർ കൂട്ടുകാരികൾക്ക് ലെറ്റർ എഴുതാണ് ചെയ്യുന്നത്. ഈ ലെറ്റർ നേരെ ആ ക്ലാസ് ടീച്ചറിനെ കാണിക്കുന്നു. അങ്ങനെ ക്ലാസ് ടീച്ചറൊക്കെ കുറുപ്പംപടി പോലീസിലൊക്കെ പരാതി പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ സംഗതി പുറത്തെത്തിയിരിക്കുന്നത്. അവൻ എന്തോ ഒരു മഹത് കാര്യം ചെയ്തവരെയാണ് മീഡിയയ്ക്കൊക്കെ മുന്നിൽ നിൽക്കുന്നത്. അവന് മുഖം മറയ്ക്കോ ഒന്നും അവൻ ചെയ്യുന്നൊന്നുമില്ല, എന്തോ വലിയ ധീരകൃത്യം ചെയ്ത മാതിരിയുള്ള രീതിയാണ്. ഏതായാലും ഇപ്പോൾ വന്ന ന്യൂസാണ് കേട്ടോ. നമ്മൾ ചുമ്മാ തമാശയ്ക്ക് പറയും ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ ഇവനെയൊക്കെ ഉണ്ടല്ലോ നാട്ടുകാർ കൈകാര്യം ചെയ്യണം. എന്തിന് നിയമത്തിന് വിടുന്ന പറയുന്നത് ശരിയല്ല. പക്ഷേ ഇവൻ്റെ മുഖം കാണുമ്പോൾ ഒറ്റ തേമ്പ് വെച്ച് കൊടുക്കാൻ തോന്നുന്നത് പറയില്ലേ, അതേപോലെ മുഖം കാണുമ്പോൾ നാട്ടുകാർ കൈകാര്യം ചെയ്യണം. ചെറുതായിട്ടൊന്ന് കൈകാര്യം ചെയ്ത് വിടണം. അതാണ് ഞായറും ദിവസങ്ങളിൽ ഇവരുടെ വീട്ടിലാണ് തങ്ങിയിരിക്കുന്നത്. പിന്നെ അമ്മയില്ലാത്ത സാഹചര്യം കൂടെ മുതലെടുത്താണ് കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചിരുന്നത്. ഈ അമ്മ മനഃപൂർവ്വം മാറിയതാണോ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പീഡിപ്പിച്ചോ എന്നും പറഞ്ഞ് മനഃപൂർവ്വം മാറിയതായിരിക്കും. കാരണം അമ്മ എന്ന വാക്കിന് അർഹയല്ല ആ സ്ത്രീയും ആ സ്ത്രീയുടെ കാമഭ്രാന്ത് തീർക്കാൻ മാത്രമേ ഇവിടെ അവരും തുനിഞ്ഞിട്ടുള്ളൂ. നമുക്ക് അങ്ങനെ പച്ചയ്ക്ക് പറയേണ്ടി വരും. കാരണം എന്താണെന്നറിയോ, ആ കുട്ടികളെ പീഡിപ്പിക്കുന്നു അറിയുന്ന ആ നിമിഷം നല്ലൊരു അമ്മയാണെങ്കിൽ അവനെയൊക്കെ വെട്ടിക്കൊല്ലും. ഇനി അത് വേണ്ട, നമ്മൾ ജയിലിൽ പോകില്ല. അതുകൊണ്ട് അത് വേണ്ട. എത്രയോ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന നിയമമുള്ള നാടാണ് നമ്മളെ. ഇവൻ അറിയ പോലും ഇല്ല. അവൻ്റെ മുന്നിൽ പോലീസ് വന്ന് നിൽക്കുമ്പോഴേ അറിയുള്ളൂ. ഞൊടിയിടയ്ക്കുള്ളിൽ അവൻ അകത്താവും. അത്രയും നിയമങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അതിനൊന്നും മുതിരാതെ മിണ്ടാതെ അവർ മുന്നോട്ട് പോയി. ഇപ്പോൾ 10-12 വയസ്സുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ 2-3 വർഷമായിട്ട് ആ കുഞ്ഞു മക്കളെ അവൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. സ്വന്തം കുഞ്ഞുങ്ങളെ വലിപ്പമെങ്കിലും ആ സ്ത്രീ കാണണ്ടേ. ഇത്രയും പെറ്റ് പ്രസവിച്ച് വളർത്തിയ കുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങൾ വളർന്നാൽ നമുക്ക് വളർന്നെന്ന് പോലും ശരിക്കുള്ള അമ്മമാർക്ക് മനസ്സിലാവില്ല. നമ്മുടെ മനസ്സ് അംഗീകരിക്കാൻ പറ്റിയല്ല. ഇന്നലെ കഴിഞ്ഞ പോലെ നമ്മുടെ കൈ കിടന്ന കുഞ്ഞുമക്കളായിട്ട് നമുക്ക് അതുങ്ങൾ എത്ര വലുതായാലും തോന്നുള്ളൂ. പിള്ളേരെ പറ്റി അമ്മമാർക്ക് അങ്ങനെയാണ്. ആ കുഞ്ഞുമക്കളെ ഒരു വൃത്തികെട്ടവൻ ഉപദ്രവിക്കുമ്പോൾ അത് മിണ്ടാതിരിക്കണം. എന്തുകൊണ്ട് ഇവർ മിണ്ടാതിരിക്കുന്നു? ഇവനോടുള്ള പ്രണയം, ഇവനോടുള്ള കാമം അന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അവൻ ഇട്ടേച്ച് പോയാൽ അല്ലെ അവനെ പോലീസ് പിടിച്ച ഇവരുടെ കാര്യങ്ങൾ നടക്കില്ലല്ലോ. അതുകൊണ്ടല്ലേ അവർ മിണ്ടായിരുന്നു. അല്ലാതെ എനിക്ക് അവർ മിണ്ടായിരുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നും തോന്നുന്നില്ല. അവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയാൽ ഇവരുടെ ഈ പരിപാടിയൊന്നും നടക്കാതെ വരും. അല്ലെ പകരം വേറൊരാളെ തപ്പിയെടുക്കണ്ടേ. ചിലപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ വെച്ച് മക്കളെ ഈ സൈഡിൽ കിടും. അവനാണെങ്കിലോ ഇവരെ മടുത്തിട്ട് ഉപേക്ഷിക്കാൻ തയ്യാറായി നിൽക്കുക. അപ്പോൾ ഇവരെ മടുത്തപ്പോൾ ഇവരുടെ മക്കളെ ഉപയോഗിച്ചു. ഇനി ഇവരുടെ മക്കളെ ഉപയോഗിച്ച് 2 വർഷത്തിലേറെയായി മടുത്തു. അവന് താല്പര്യം ഇല്ലാതായി. അപ്പോൾ അടുത്ത് അവൻ്റെ കുഞ്ഞുമക്കളുടെ കൂട്ടുകാരെ എങ്ങനെ വീട്ടിലെത്തിക്കാൻ ഈ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്ത് വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നു. അപ്പോൾ പിള്ളേർ സഹിയിട്ട് ആ കൂട്ടുകാർക്ക് ഒരു ലെറ്റർ എഴുതുക ചെയ്യുന്നത്. ആ ലെറ്ററാണ് ക്ലാസ് ടീച്ചറിൻ്റെ കൈ കിട്ടിയത്. ശരിക്കും 38 വയസ്സുള്ള ധനേഷ്. ഇവൻ എന്ത് ശിക്ഷ നമ്മുടെ നിയമം എന്ത് ശിക്ഷ ഇവന് കൊടുക്കുന്നോ അതിൻ്റെ ഒരു പടി മുകളിലുള്ള ഒരു ശിക്ഷ ഈ അമ്മയ്ക്ക് കൊടുക്കണം, ഈ തള്ളയ്ക്ക് കൊടുക്കണം. കാരണം ഇത് ഈ പ്രോത്സാഹന കുറ്റം എന്നുള്ളൊരു കുറ്റം വലിയൊരു കുറ്റം തന്നെയാണ്. ഇവരിത് അറിഞ്ഞിട്ടുണ്ടെന്ന് ഇവന് മനസ്സിലാവും. 2-3 വർഷമായില്ലേ ഈ കൃഷി തുടങ്ങിയിട്ട്. അപ്പോൾ ഇവൻ ഇതിനോടകം പിടികിട്ടിയിട്ടുണ്ട്, ഇവക്കിത് മനസ്സിലായിട്ടുണ്ടെന്ന്. അപ്പോൾ അവൻ പിന്നെ അങ്ങ് പൊളിച്ചടുക്കാന്നുള്ള വിചാരത്തിലാണ് അവൻ അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവളിത് അറിഞ്ഞിട്ടും മിണ്ടാതിരുന്ന സ്ഥിതിക്ക് ഇവനേക്കാൾ കൂടിയ ശിക്ഷ ഇവക്കാണ് കൊടുക്കേണ്ടത്. ഒരു മാറ്റമല്ല. ഈ പെണ്ണും ഈ സ്ത്രീക്കാണ് കൊടുക്കേണ്ടത്. കാരണം അവൾ നൊന്ത് പ്രസവിച്ച പിള്ളേരാണ്. ആ പിള്ളേർക്കിട്ട് അവളാണ് ഈ പാര വെച്ചത്. ഒറ്റ ഇളവും അവൾക്ക് കൊടുക്കരുത്. അത് കഴിഞ്ഞേ ഇവനെ ശിക്ഷിക്കാവുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.